ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി എസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്നി സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം ഞാൻ കോർക്കുമോർമകളെ ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി എസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്നി സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം ഞാൻ കോർക്കുമോർമകളെ ഇർഹംഹു യാ റഹ്മാൻ ഉംദുദ്നാ ബിഹിദയ്യാ സുഖവാസമിലായി ഇരുലോകം പുൽകാ തിരുദൂതരേ അഹ്ലാമുല്ല ദീൻ സേവന പാതയിലെ വീര്യം നല്ല കലൂർ നാടിനെ കരുത്തിലാക്കി സ്ഥലം കൂരിയാടും മികച്ചതാക്കി മധുമൊഴി അഖിലമിൽ ഊർജിതമാക്കി സമാധാനമേ മൃദുസ്വരം കൊലുക്കും സ്നേഹവിധാനമേ സീതരേ ദരജയേറ്റ് നാഥ ദരജയേറ്റ് നാഥ ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി എസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്നി സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം ഞാൻ കോർക്കുമോർമകളെ പുഞ്ചിരി ചേർന്നൊരധരം നെഞ്ചിലലിഞ്ഞ വിനയം പുഞ്ചിരി ചേർന്നൊരധരം നെഞ്ചിലലിഞ്ഞ വിനയം സ്നേഹം പൊലിഞ്ഞൊരുത്തും വെന്തിതാ ആ മദതിൽ ചേർത്തിടണേ റഹ്മാനെ കേട്ടിടണേ ആശ്വാസത്തിരി തരണേ സ്വർഗത്തോപ്പിൽ കൂട്ടിടണേ ആ മദതിൽ ചേർത്തിടണേ റഹ്മാനെ കേട്ടിടണേ ആശ്വാസത്തിരി തരണേ സ്വർഗത്തോപ്പിൽ കൂട്ടിടണേ തിരുദൂതരേ അഹ്ലാമുല്ല ദീൻ സേവന പാതയിലെ വീര്യം നല്ല അല്ലാഹുമ്മ അംദുദ്നാ ബിശൈഖിനാ ഹാദാ അല്ലാമുൽ ഗൈബിയാ ഇജ്മഅനാ ബിൽ ജന്നാ ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി എസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്നി സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം ഗുണസദയേകല്ല കാരുണ്യം ചൊരിയല്ല തിരുവഴിയിൽ ചേർക്കല്ല ആധികൾ തീർക്കല്ല ശേഖര ഗുണസദയേകല്ല തിരുദൂതരേ അഹ്ലാമുല്ല ദീൻ സേവന പാതയിലെ വീര്യം നല്ല അല്ലാഹുമ്മ അംദുദ്നാ ബിശൈഖിനാ ഹാദാ അല്ലാമുൽ ഗൈബിയാ ഇജ്മഅനാ ബിൽ ജന്നാ ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി എസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്നി സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം കോർക്കുമോർമകളെ ഇർഹംഹു യാ റഹ്മാൻ ഉംദുദ്നാ ബിഹിദയ്യാ സുഖവാസമിലായി ഇരുലോകം പുൽകാ തിരുദൂതരേ
ഇസ്ലാമുള്ള ദീൻ സേവന പാതയിലെ വീര്യം നല്ല കലൂർ നാടിനെ കരുത്തിലാക്കി സ്ഥലം കൂരിയാടും മികച്ചതാക്കി മധുമൊഴി അഖിലമിൽ ഊർജിതമാക്കി സമാധാനമേ മൃദുസ്വരം ഹുലുക്കും സ്നേഹവിധാനമേ സയ്യിദരേ ദറജയേറ്റ് നാഥ ദറജയേറ്റ് നാഥ ദീൻ പറഞ്ഞേറ്റം കരുത്താലി സുമം നീളേ ധീരരായൻ ശൈഖുനാട്ടി ഇസ്കെ തങ്ങളെ ദീപ്ത സ്മരണയിൽ പാടിടുന്ന സ്നേഹഗീതികളെ ദാനമേകിയ ജീവിതം കോർക്കുമോർമ്മകളെ ദാനമേകിയ ജീവിതം കോർക്കുമോർമ്മകളെ. ഒരു 55 കൊല്ലത്തോളമായി തങ്ങളായിട്ട് പരിചയപ്പെട്ടിട്ട് അതിനിടയ്ക്കിട്ടാണ് അജ്ജിന് പോയപ്പോഴും ഞാൻ പോയപ്പോൾ 2006 ഞങ്ങൾ കൊണ്ടുവച്ചാൽ അജ്ജിന് പോയിരുന്നു. അജ്ജിന് പോയ സമയത്ത് ഞങ്ങൾ ഒരു ഇതിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ധരിപ്പിക്കും. അങ്ങനെ അത്രക്കും ഇതായിട്ടുള്ള ഞാൻ തങ്ങൾക്ക് വേണ്ടി ഞാൻ ജാസ്തി കൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തിന് 3500 സലാത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ചെല്ലും. 333 ദിക്കറും ഞാൻ ചെല്ലും. അങ്ങനെ എല്ലാവരും ചെല്ലും തങ്ങളെ കൊണ്ട് ഞാൻ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നബിദിനത്തിൻ്റെ പരിപാടിക്ക് മൗലിയുടെ പരിപാടിക്കൊക്കെ സമ്മേളനത്തിന് തങ്ങളെ പറഞ്ഞു എനിക്ക് കൂടുതലും സമ്മാനം തന്നിട്ടുണ്ട്, പ്രസന്റേഷൻ തന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തങ്ങളായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടുള്ളതാണ്. കാര്യം എനിക്കൊരു അറിവില്ല. തങ്ങൾ വലിയ ചെറുപ്പത്തിലെ തങ്ങളുടെ വീട്ടിൽ പോകാറുണ്ട്. ഇപ്പം എനിക്ക് പോകാനായിട്ട് ഞങ്ങൾ പോകാൻ പാടില്ല. അവിടെ തലയിറക്കും സുഖമില്ലാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. തലയിറക്കും ഞാൻ പിന്നെ തങ്ങളോട് പറയണം ഈ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം പറയണം. ഞാൻ ദുആരക്കാരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സ്വീകരിച്ച് ആയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങുവാനുള്ള കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആരാലും ആദരിക്കപ്പെടും ആദരണീയനായിരുന്ന മഹാനായ TSK തങ്ങൾ അവറുകളുടെ 8ാമത് ഉറൂസ് ഈ വരുന്ന ശവ്വാൽ 23 തിങ്കളാഴ്ച നടത്തപ്പെടുകയാണ്. നാനാ തുറകളിലും തന്റെ മികവ് പുലർത്തുവാനും ആയിരക്കണക്കായ ആളുകൾക്ക് ദിശാബോധം നൽകുവാനും കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു മഹാനായ TSK തങ്ങൾ അവറുകൾ. 2012 സെപ്റ്റംബർ 9 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. കൂരിയാട് മഹല്ലത്തിന്റെ ഖാളി, അവരുടെ ഉപ്പയായിരുന്ന
മഹാനായ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങളായിരുന്നു. കിഴക്കേപ്പുറം എന്ന് പറയുന്ന രണ്ടത്താണിക്കടുത്ത കിഴക്കേപ്പുറത്ത് നിന്നും കൂരിയാടിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ ഖാദിയായി സേവനം ചെയ്യാൻ വേണ്ടി അക്കാലഘട്ടത്തിലുള്ള കാരണവന്മാർ മഹല്ലത്തുകളെ നയിച്ചിരുന്ന വലിയ വലിയ ആളുകൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങളെ ക്ഷണിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നാണ് പൂർവികന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അങ്ങനെ മഹാനായ അബ്ദുള്ള കോയ തങ്ങൾക്ക് ശേഷം അവിടുത്തെ മക്കളായ മുഹമ്മദ് കോയത്തങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് കോയത്തങ്ങൾ, ബാപ്പുത്തങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞു മുഹമ്മദ് കോയത്തങ്ങൾ, അത് കഴിഞ്ഞ് മഹാനായ TSK തങ്ങൾ, ഇങ്ങനെ തുടങ്ങി കൂരിയാട് മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കുടുംബം. ഇന്നും അവരുടെ വിയോഗത്തിനു ശേഷം അവിടുത്തെ മകൻ ബഹുവന്യനായ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ അവറുകളാണ് ഈ മഹല്ലത്തിന്റെ ഖാദിയായി സേവനമനുഷ്ഠിക്കുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇവരൊക്കെ ഈ മഹല്ലത്തിന്റെ ഖാദിമാരായി സേവനം ചെയ്തിട്ട് ആർക്കും ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഇല്ലാത്ത രൂപത്തിൽ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് സൗഹൃദവും സമാധാനവും സഹിഷ്ണുതയും നാട്ടിൽ നിലകൊള്ളാൻ വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി നേതൃത്വം നൽകുകയും ചെയ്ത മഹാരഥന്മാരായിരുന്നു ഇവരെല്ലാവരും. ബഹുമാനപ്പെട്ട TSK തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് അയവിറക്കാനുണ്ട്. എന്റെ തന്നെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പല മേഖലകൾക്കും കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളായിരുന്നു. ഒരു ഉപ്പയെ പോലെ ഇടയ്ക്കിടെ ബന്ധപ്പെടുകയും അവിടെ ചെല്ലാൻ പറയുകയും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും വിനീതനായ ഞാനും ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് തങ്ങളുപ്പാപ്പയോട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യുക പതിവായിരുന്നു. ഒരുപാട് ഉത്തുംഗതയുടെ വടവിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിലേക്ക്, നല്ല നല്ല ചിന്തകളിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് കഴിയുമായിരുന്നു. ഈ ഓൺലൈൻ സംവിധാനം ഇപ്പോൾ നിലകൊള്ളുന്നത്, ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ 2012 മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് അന്ന് തന്നെ വിനീതനായ എന്നെ ഓൺലൈൻ രംഗത്തേക്ക് കൊണ്ടുവരികയും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന അന്നത്തെ ഓൺലൈൻ സംരംഭമായ നമ്മുടെ സുന്നി സംഘടനയുടെ സംരംഭമായ, ഇന്ന് നമുക്ക് മീഡിയ മിഷൻ പോലത്തെ സംവിധാനങ്ങളുണ്ട്, അന്നതില്ല. അതില്ലാത്ത കാലഘട്ടത്തിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമിലൂടെ ഓൺലൈനായി ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ പ്രചോദിപ്പിക്കുകയും എന്നെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ 8ാമത്തെ ഉറൂസിനോടനുബന്ധിച്ച് ഓൺലൈനായി ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെയാണ്. 2012 ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വത്തിൽ കേരളത്തിനെ പിടിച്ചുകുലുക്കിയ, കേരളത്തിൽ വലിയ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച കേരളയാത്ര, ആ കേരളയാത്ര ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ഞാനും വിനീതനായ എന്റെ സഹോദരൻ അബ്ദുൽ കരീം ബാക്കവി അടക്കമുള്ള ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഓൺലൈനായി വീക്ഷിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ശാരീരികമായി വലിയ സുഖം പോരാ. ആ അവസരത്തിലായിരുന്നു കേരളയാത്ര നടന്നിരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ സ്നേഹത്തിന്റെ ഉടമയായിരുന്നു.
തങ്ങളവറുകൾക്ക് കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു. കുട്ടികളെ സ്നേഹിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു നബിവചനം തീർച്ചയായിട്ടും അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയിരുന്ന മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. കുട്ടികളെ സ്നേഹിക്കുക, കുട്ടികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തങ്ങളവറുകൾ ചെയ്യാറുണ്ടായിരുന്നു. മഹ്ലറത്തുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മഹ്ലറ ബാലവേദി നടത്തപ്പെടുന്ന വലിയ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ സംഘടിപ്പിക്കണം, അത് നിങ്ങൾ ഇവിടെയല്ല എവിടെ വെച്ചു നിങ്ങൾ അതിനു വേണ്ടി നേതൃത്വം നൽകണം, അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുട്ടികളുടെ കാര്യം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹല്ലത്തിന്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആരെയും വെറുപ്പിക്കാത്ത രൂപത്തിൽ, ആർക്കും വിഷമമില്ലാത്ത രൂപത്തിലായിരുന്നു തങ്ങളവറുകളുടെ പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നും ഈ മഹല്ലത്തുകാർക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട്, അത് കക്ഷി രാഷ്ട്രീയമന്യേ സംഘടനാ വ്യത്യാസമന്യേ എല്ലാവർക്കും തങ്ങളെപ്പറ്റി പറയാനുള്ളത് നല്ലത് മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാനോട് ഒന്നിച്ച് നമ്മെ എല്ലാവരെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അടുത്ത് വന്നുകൊണ്ട് തങ്ങളവറുകൾ എന്നെ വിളിച്ചുകൊണ്ട് കുറച്ച് കാശ് എനിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടെ എനിക്ക് ഹദിയ നൽകാറുണ്ട്. മിക്കവാറും അങ്ങോട്ട് ചെല്ലാൻ പറയും, അതല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനവിടെ ചെല്ലുമ്പോൾ നിർബന്ധിച്ച് എന്തെങ്കിലും ഹദിയ നൽകും. അത് വാങ്ങാൻ വിസമ്മതിച്ചാൽ തങ്ങളവറുകളുടെ മുഖം ഒന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളവറുകൾ അത് പറയുമ്പോൾ തന്നെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച ഹദിയ കൊണ്ട് ഒരുപാട് ബറക്കത്തും ഒരുപാട് നിഅമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ സദഖകളും സംഭാവനകളും ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ആ മരണത്തിന്റെ തൊട്ട് 3-4 അല്ലെങ്കിൽ ഒരു ആഴ്ച മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, വന്നുകൊണ്ട് ഒരു ഹദിയ നൽകുകയും, നിങ്ങൾ എന്തിനിപ്പോൾ എന്നെ കാണാൻ ഇവിടേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറെ വഴിയിൽ നിന്ന് വരികയാണ് എന്ന് പറയുകയും, പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വലിയ വലിയ മറക്കാനാവാത്ത കാര്യങ്ങൾ തങ്ങളെ വക്കൽ നിന്ന് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്ന ദുആ പതിവാക്കണമെന്ന്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളിൽ നിന്ന് കിട്ടിയ ഇജാസത്ത് ഇന്നും എൻ്റെ ജീവിതത്തിൽ പകർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെയൊക്കെ സവാബ്, അതിൻ്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എൻ്റെ ഉപ്പാപ്പയായിരുന്ന ബഹുമാനപ്പെട്ട തേനു മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകളുടെ ഉസ്താദായിരുന്നു തങ്ങളുപ്പാപ്പയുടെ പിതാവായ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഉപ്പാപ്പയുടെ ഉസ്താദ് എന്ന നിലയ്ക്ക് ഇപ്പോഴും അവിടുത്തെ മകനായ എൻ്റെ സുഹൃത്തും ഒരു തവണ യഹ്യ എന്ന കിതാബ് ബറക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബുഖാരി തങ്ങളിൽ നിന്ന് ഞാൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവരൊക്കെ കുടുംബപരമായും അല്ലാതെയും ഒക്കെ സ്നേഹിക്കുകയും ഇവരോടൊക്കെ വലിയ ബന്ധം പുലർത്തുകയും അവരിങ്ങോട്ട് വലിയ ബന്ധം പുലർത്തുകയും ചെയ്ത മഹാന്മാരായിരുന്നു. തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കലും കലൂരുകാരെ, എറണാകുളത്തുകാരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. തങ്ങളെ കാണാൻ വേണ്ടി തങ്ങളടുത്ത് വിനീതനായ ഞാൻ പലവരും കലൂരിൽ പോയിട്ടുണ്ട്. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളെന്ന് പറയുന്നത് അവരുടെ പിതാവാണ്. 4 പതിറ്റാണ്ടിലധികം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എറണാകുളത്ത് സേവനം ചെയ്യുകയുണ്ടായി. ആ സേവനത്തിനിടയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ബഹുമാനങ്ങളും ആ നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും എറണാകുളത്തുകാര് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കാണുന്നത് കേവലം അവരുടെ പള്ളിയിലെ ഖത്തീബോ അതല്ലെങ്കിൽ അവരുടെ മഹല്ലത്തിലെ ഇമാമോ ആയിട്ടല്ല, അവരുടെ ഉപ്പയെ പോലെ സ്നേഹിക്കുകയും അവരുടെ പിതാവിനെ പോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്
എറണാകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വഫാത്താകുന്ന ദിവസം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് വഫാത്തായി. നമ്മുടെ അടുത്തുള്ള കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അറിഞ്ഞത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വഫാത്താകുന്ന ദിവസം ഈ വിഷയം തങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ നേരെ മിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കണ്ണീർ വാർത്തുകൊണ്ട് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ചെന്ന് ഐസിയുവിൽ നിന്ന് തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുമായി ഹോസ്പിറ്റലിൽ സിസ്റ്റർ ഇങ്ങോട്ട് ആ വസ്ത്രങ്ങൾ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഐസിയുവിന്റെ വാതിലിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം, ആ വസ്ത്രം ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് അത് കൈ കൊണ്ട് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് സാധുവായ എനിക്കായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു കാരണമായിരിക്കാം അത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും അവരുടെ വിയോഗം ഈ നാടിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എറണാകുളം കലൂർ മഹല്ലത്തിനും പ്രത്യേകിച്ച് സുന്നി സമൂഹത്തിനും നമ്മുടെ എല്ലാ മേഖലകൾക്കും തീരെ നഷ്ടമായി. പക്ഷേ റബ്ബിന്റെ അലംഘനീയമായ വിധി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് നാം എല്ലാവരും വിട പറയേണ്ടവരാണ്. ഏതായാലും എപ്പോഴാണ് ഏത് സമയത്താണ് നമുക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടത് എന്ന് വെച്ചാൽ ആ സമയം നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അതേതായാലും അള്ളാഹു ഒരു നല്ല ദിവസത്തിൽ ഒരു നല്ല സമയത്ത് നല്ല ആളുകളുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ടാക്കി തരുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഉറൂസ് മുബാറക്ക്, 8ാമത്തെ ഉറൂസ് മുബാറക്ക് ഇങ്ങനെയുള്ളൊരു ചെറിയ പരിപാടിയിൽ ഒതുക്കി നമുക്ക് ഈ വർഷം ഒരുപക്ഷെ നടത്തേണ്ടി വരും. ഏതായാലും അവർക്ക് നിങ്ങളെല്ലാവരും കഴിയുന്നത്ര യാസീനുകളും ഫാത്തിഹയും ഖുർആനുമൊക്കെ അവർക്ക് വേണ്ടി ഓതുകയും നിങ്ങളെല്ലാവരും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഉറൂസിനോടനുബന്ധിച്ച് ഒറ്റയായിട്ടും മറ്റുമൊക്കെ പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇന്നത്തെ ചുറ്റുപാടിന് അനുസൃതമായ രൂപത്തിൽ അവിടുത്തെ മക്കാമിൽ വന്ന് ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വഫാത്തിന്റെ ദിവസമായ ഷവ്വാൽ 23 അഥവാ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളെല്ലാവരും തങ്ങളവറുകൾക്ക് വേണ്ടി ഒരു മങ്കൂസ് മൗലിദെങ്കിലും അവരുടെ പേരിൽ ഓതി പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണം. സംഘടനാ ബന്ധുക്കളും പ്രസ്ഥാന ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായിരുന്ന TSK തങ്ങളുടെ 8ാം ആണ്ട് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 8 വർഷമായി എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും തോന്നാത്ത ഒരവസ്ഥയാണുള്ളത്. ഏതാനും നാൾ മുമ്പ് വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലുള്ളത്. നാമുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകി കഴിഞ്ഞിരുന്ന ആ മഹാവ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞതിൽ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ആ ദുഃഖം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. തങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ സന്മനസ്സുള്ളവരായി തീരണം. നമ്മുടെ നാടിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിനെ ഏകദേശം നല്ലൊരു മഹല്ലായി, മാതൃകാപരമായ ഒരു മഹല്ലായി ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതും തങ്ങളുടെ ഒരു പ്രത്യേകത മാത്രമാണ്. തങ്ങളുമായി നാട്ടുകാർ എല്ലാവരും നല്ല നിലയിലുള്ള ഒരു
ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ വരെ തങ്ങളെ സന്ദർശിക്കാൻ വരികയും അവരോടെല്ലാം നല്ല നിലയിൽ തങ്ങൾ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന് കല്ലിടാനും ഉദ്ഘാടനങ്ങൾക്കും തങ്ങളെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റുള്ള സമുദായക്കാരും തങ്ങളെ ക്ഷണിച്ചതായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. തങ്ങളോടുള്ള എല്ലാവരുടെയും സമീപനം അങ്ങനെയായിരുന്നു. തങ്ങളെ സ്മരിക്കുവാൻ നാം എന്നും കടപ്പെട്ടവരാണ്. ഏകദേശം 10-25 വർഷക്കാലം തങ്ങളുമായി ഒത്ത് സേവനം ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടി എന്നുള്ളത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം തങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നു എന്നുള്ളത് സത്യമാണ്. ആവശ്യമായ സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ഒരു സ്വഭാവം മാത്രമായിരുന്നു. അതുപോലെ സഹപ്രവർത്തകരും ഉസ്താദുമാരുമായി തങ്ങൾ എല്ലാവരുമായി നല്ല നിലയിൽ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. എല്ലാവരുടെ വിഷയത്തിലും എപ്പോഴും ഇറങ്ങിച്ചെല്ലുകയും എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതും തങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു. എൻ്റെ തന്നെ ജീവിതത്തിലെ പല വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും ഞാൻ തങ്ങളോടാണ് ആലോചിച്ചിരുന്നതും തങ്ങൾ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിയിരുന്നതും. തങ്ങളുടെ ഉപദേശപ്രകാരമാണ് ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായതും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്നത് എനിക്ക് എളുപ്പമാക്കി തന്നതും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ നാം തങ്ങളോടുള്ള സ്മരണകൾ പുതുക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരിക്കലും അമാന്തം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം എല്ലാ ആഴ്ചയും നമ്മുടെ പള്ളിയിൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അത് ഇത്രയും ഈ 8 വർഷമായിട്ടും മുടങ്ങാതെ നടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ ആണ്ടാണെങ്കിലും നാം നല്ല നിലയിൽ തന്നെയാണ് ഇതുവരെ നടത്തിയിരുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഈ വർഷം ഈ ലോക്ക്ഡൗൺ കാരണം നമ്മൾ പ്രതിസന്ധിയിലാണുള്ളത്. എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അതിനെപ്പറ്റി ഇതുവരെ ആരും ആലോചിച്ചിട്ട് പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും വിശാലമായി നടത്തിയാലും ഇല്ലെങ്കിലും നാം ഏവരും തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ഈ സമയത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭവനുമായി അവൻ്റെ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളോടുള്ള കടമകളും കടപ്പാടുകളും നാം നിലനിർത്തിപ്പോരണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയും ചെയ്യുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് TSK തങ്ങൾ അൽ ബുഖാരി അവറുകൾ എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ വ്യക്തിത്വമാണ് സയ്യിദ് TSK തങ്ങൾ അവറുകൾ. തങ്ങളെപ്പറ്റി ധാരാളം പറയാനുണ്ട്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് 35 വർഷത്തിന് മുമ്പ് ടൗൺ ഹാളിൽ നടന്ന ശരീഅത്ത് വിശദീകരണ യോഗത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഒരു നല്ല പ്രസംഗം കേട്ടു. അത് കഴിഞ്ഞ് പേരോട് പുറത്തു വന്നപ്പോൾ ഞാൻ ഖത്തീബായിരിക്കുന്ന ചിറ്റേത്തുകര മഹലിൽ 2-3 ദിവസം പ്രസംഗിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയി ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് എനിക്കൊരു പോസ്റ്റ് കാർഡ് ഇട്ടാൽ മതി, ഞാൻ എത്തിക്കൊള്ളാം. അങ്ങനെ ഞാൻ ഡേറ്റ് തീരുമാനിച്ച് പോസ്റ്റ് കാർഡ് ഇട്ടു. അപ്പോൾ എനിക്ക് മറുപടി വന്നു, ആ ദിവസം 7 മണിക്ക് ഹൈവേ മസ്ജിദിൻ്റെ അവിടെ എത്തിക്കൊള്ളാമെന്ന്. സയ്യിദ് TSK തങ്ങളെയാണ് അതിൻ്റെ ഉദ്ഘാടകനായി വെച്ചിരിക്കുന്നത്. അങ്ങനെ 7 മണിക്ക് ഞാൻ കലൂർ മഹലിൽ നിസ്കരിച്ചതിന് ശേഷം തങ്ങളെയും കൂട്ടി അവിടെ നിന്നൊരു കാറ് സംഘടിപ്പിച്ച് ഹൈവേ മസ്ജിദിൻ്റെ അടുത്തെത്തി. പക്ഷേ കാത്തു നിന്നിട്ട് പേരോട് എത്തുന്നില്ല. ഒരു 9 മണിയൊക്കെ ആകുന്നവരെ നിന്നിട്ടും പേരോട് വരുന്നില്ല. വിളിച്ച് 5 മണിക്ക് ഞാൻ കലൂർ മഹലിൽ നിസ്കരിച്ചതിന് ശേഷം തങ്ങളെയും കൂട്ടി അവിടെ നിന്നൊരു കാറ് സംഘടിപ്പിച്ച് ഹൈവേ മസ്ജിദിൻ്റെ അടുത്തെത്തി.
പക്ഷേ കാത്തു നിന്നിട്ട് പേരോട് എത്തുന്നില്ല. ഒരു 9 മണിയൊക്കെ ആകുന്നവരെ നിന്നിട്ടും പേരോട് വരുന്നില്ല. വിളിച്ചന്വേഷിക്കാനാണെങ്കിൽ ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനവും ഒന്നുമില്ല അന്ന്. അങ്ങനെ 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എങ്കിൽ നമുക്ക് പോയി അവിടെ പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അത് നടക്കില്ല, പേരോടാണ് അവിടുത്തെ മുഖ്യ പ്രഭാഷകൻ, പേരോട് വരട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു പദവിയിലിരിക്കുന്നൊരു വലിയ നേതാവ് അദ്ദേഹത്തെ 2 മണിക്കൂറിലേറെ കൊണ്ടുപോയി ഹൈവേ മസ്ജിദിൻ്റെ അവിടെ റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് തങ്ങൾ അപ്പോഴും പറയുന്നത് പേരോട് വരട്ടെ, നമുക്ക് എന്നിട്ട് പോകാമെന്നാണ് പറയുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കും. ഇവിടെ കൊണ്ടുവന്ന് റോട്ടിൽ തന്നെ നിർത്തിയൊക്കെയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ സയ്യിദ് TSK തങ്ങളുടെ ആ വിനയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടൊരിക്കൽ ഞാനും തങ്ങളും ഒരുമിച്ച് ഹജ്ജിനുണ്ടായിരുന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങാറായപ്പോൾ ചിറ്റേത്തുകര മദ്രസയിൽ 250ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അല്പം സംസം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്നത്തെ അമീറിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് കൊണ്ടുപോകാൻ അഡീഷണലായി കൊണ്ടുപോകാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞു. ഈ വിവരം ഞാൻ തങ്ങളവറുകളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ താൻ പേടിക്കേണ്ടല്ലോ, നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളം സംഘടിപ്പിച്ചു, ഒരു സഞ്ചിയിലാക്കി. ആ സഞ്ചിയുടെ മുകളിൽ തങ്ങളുടെ തലപ്പാവെടുത്തതിൻ്റെ മുകളിലേക്ക് വെച്ച് തന്നിട്ട് പറഞ്ഞു, ഇതുമായിട്ട് പൊയ്ക്കോ, പേടിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ ആ സംസം വെള്ളം ഇവിടെ കൊണ്ടുവരികയും കുട്ടികൾക്കെല്ലാം വിതരണം ചെയ്യുകയും ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ തങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. പിന്നീട് മറ്റൊരവസരത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഹറമിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ കൈ കോർത്ത് പിടിച്ച് നടക്കും. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന കച്ചവട സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വളയും മോതിരം അതൊക്കെ കുട്ടികൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അതെല്ലാം വാങ്ങിക്കുമായിരുന്നു. ഒരവസരത്തിൽ പോന്നപ്പോൾ പറഞ്ഞു, പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ മീൻ പൊരിച്ചു വിൽക്കുന്നു. അപ്പോൾ തങ്ങൾ പറയാൻ നല്ല മീനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ 2 മീൻ വാങ്ങിച്ചു, തങ്ങളുടെ റൂമിൽ കൊടുത്തു. തങ്ങൾ പറഞ്ഞത് ഇയാളും കഴിക്കണം, ഒരെണ്ണം കൊണ്ടുപോയി കഴിക്കണം. ഞാൻ പറഞ്ഞത് തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അതല്ല, എന്നാൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം ഞാൻ കൊണ്ടുപോയി, ഒരെണ്ണം തങ്ങൾ കഴിച്ചു. മറ്റൊരിക്കൽ ഞാനും തങ്ങളും കൂടി ഹറമിലേക്ക് കടക്കാൻ നേരത്ത് ചെരിപ്പൂരി ഹറമിൻ്റെ പുറത്ത് ഇങ്ങനെ വച്ചിരുന്നു. തിരിച്ചു വന്നപ്പോൾ തങ്ങളുടെ ചെരുപ്പ് കാണാനില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചെരുപ്പ് തങ്ങൾക്ക് കൊടുത്ത് അതും ഇട്ടുകൊണ്ട് തങ്ങളുടെ മകൻ്റെ കട അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ കടയിൽ വന്ന് അതിനടുത്തൊരു ചെരുപ്പ് കടയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു റൂമിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ, റൂമിൽ വേറെ ചെരുപ്പുണ്ടെന്ന്. എന്നാൽ ഞാൻ ചെരുപ്പ് ഇടില്ല, താൻ ചെരുപ്പ് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇടില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെരുപ്പ് എന്നാൽ ഇപ്പോൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. അങ്ങനെ തങ്ങളെപ്പറ്റി പറയാൻ ധാരാളമുണ്ട്. തങ്ങൾക്ക് മക്കയിൽ മിനായിൽ വെച്ച് അസുഖം ബാധിക്കുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പോയി കല്ലെറിഞ്ഞിട്ട് വന്നു. തങ്ങളുടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത ടെൻറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടെൻറ്റിലുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള തങ്ങൾ സുഖമില്ലാതെ വളരെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നെ വിളിക്കാൻ വന്ന ആളും വേറൊരാളും തങ്ങളും മാത്രമേ ആ റൂമിലുള്ളൂ. അത് പല സ്ഥലത്തായിട്ട് അവരിയ്ക്കുകയാണ്. തങ്ങൾ എന്നോട് പറഞ്ഞു ഒന്ന് മന്ത്രിക്കാൻ പറഞ്ഞു. ഞാൻ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചപ്പോൾ പറഞ്ഞു യാസീൻ ഓതി എന്നെ മന്ത്രിക്കാൻ. യാസീൻ ഓതി മന്ത്രിച്ചു. മന്ത്രിച്ചൊക്കെ അപ്പോൾ അലിദാരിമിയുടെ നേതൃത്വത്തിൽ ടെൻറ്റിലുള്ള മറ്റുള്ളവരെല്ലാം കല്ലെറിയാൻ പോയിരിക്കുകയായിരുന്നു. മന്ത്രിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കല്പം മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചോളാം തങ്ങളെ, നമുക്ക് പോകാം. തൊട്ടടുത്ത് തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ ബാത്റൂമുണ്ട്. അപ്പം തങ്ങൾ പറഞ്ഞു താൻ പിടിച്ചാലൊന്നും ഞാൻ നിൽക്കില്ലടോ, ഞാൻ വീണ് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ അടുത്ത് ഒരു കപ്പ് ഇരിക്കുന്നത് കണ്ട്. പെട്ടെന്ന് ഞാൻ ആ കപ്പ് എടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങൾ ഇതിൽ മൂത്രമൊഴിച്ചോളാം. തങ്ങൾ പറഞ്ഞ ആളുകൾ കാണുമെന്ന് പറഞ്ഞു. തങ്ങളെ ആളുകളൊന്നും ഇവിടെ ഇല്ല, 2 പേരേ ഉള്ളൂ, അവർ കാണാതെ ഞാൻ മറയായി നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറയായി നിന്ന് തങ്ങൾ മൂത്രമൊഴിച്ചു. ആ കപ്പിലെ മൂത്രമെല്ലാം കൊണ്ട് കളഞ്ഞ് തങ്ങളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് കല്ലെറിയാൻ പോയ ആൾക്കാരെല്ലാം അങ്ങനെ അലീന ദാരിമിയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ തങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ തങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. തൽക്കാലം ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.